നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫണ്ട് ലഭ്യമാക്കുന്നതിനെ ചൊല്ലി എംപിയും MLAയും രണ്ട് വഴിക്ക് തിരിഞ്ഞതോടെ പാസ്പോർട്ട് സേവാ കേന്ദ്രം അനിശ്ചിതത്വത്തിൽ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങിയെന്നും ഫണ്ടിന്റെ കാര്യത്തിലുള്ള അവ്യക്തതയാണ് തടസ്സമെന്നും പോസ്റ്റ് ഓഫീസ് അധികൃതർ KCN ന്യൂസിനോട്. പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കുമൊടുവിൽ എൻഡോസൾഫാൻ മെഡിക്കൽ ക്യാമ്പ് ഏപ്രിൽ ആദ്യവാരം നടത്താൻ തീരുമാനം. എൻഡോസൾഫാൻ സെൽ യോഗത്തിൽ ഇരകൾക്ക് സഹായധനത്തിന്റെ ആദ്യ ഗഡു ഉടൻ നൽകാൻ തീരുമാനമായി. മുടങ്ങിക്കിടന്ന ജില്ലാ പഞ്ചായത്ത് മെക്കാടം റോഡ് പദ്ധതി യാഥാർത്ഥ്യമാവുന്നു. 9 കോടിയോളം ചിലവിൽ റോഡ് നവീകരണം യാഥാർത്ഥ്യമാകുന്നത് മെക്കാടം പദ്ധതിയിലെ അനാസ്ഥയെക്കുറിച്ച് KCN പുറത്തുവിട്ട വാർത്തയെ തുടർന്ന്. വാഹനാപകടങ്ങൾക്ക് തടയിടാൻ മാർഗനിർദ്ദേശങ്ങളുമായി പോലീസ് വകുപ്പ്. ബദിയടുക്കയിൽ നടന്ന ട്രാഫിക് സുരക്ഷാ ബോധവൽക്കരണ റാലിയിൽ വിദ്യാർത്ഥികളും തൊഴിലാളികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. മലയോരം കടുത്ത വരൾച്ചയിലേക്ക്. വേനൽച്ചൂടിൽ വറ്റിവരണ്ട് കാര്യങ്കോട് പുഴ. കുടിവെള്ളം മുട്ടുമെന്ന ആശങ്കയിൽ പ്രദേശവാസികൾ. തുളുനാട് കബഡി അക്കാദമി ആതിഥ്യമരുളുന്ന അഖിലേന്ത്യാ കബഡി ടൂർണമെന്റിന് ഏപ്രിൽ 2-ന് തുടക്കമാവും. 6000-ഓളം കബഡി ആസ്വാദകർക്ക് മത്സരം വീക്ഷിക്കാനുള്ള സൗകര്യമൊരുക്കുന്ന തിരക്കിൽ സംഘാടകർ. വിശദമായ വാർത്തകളിലേക്ക്. ഫണ്ട് ലഭ്യമാക്കുന്നതിനെ ചൊല്ലി എംപിയും MLAയും രണ്ട് വഴിക്കു തിരിഞ്ഞതോടെ പാസ്പോർട്ട് സേവാ കേന്ദ്രം വീണ്ടും അനിശ്ചിതത്വത്തിൽ. പ്രവാസി സംഘടനകളുടെ പ്രതിഷേധവും ഫലം കണ്ടില്ല. സേവാ കേന്ദ്രത്തിനാവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും ഫണ്ടിന്റെ കാര്യത്തിലുള്ള അവ്യക്തതയാണ് തടസ്സമാകുന്നതെന്നും പോസ്റ്റ് ഓഫീസ് അധികൃതർ KCN ന്യൂസിനോട്. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് കാസർഗോഡുകാരുടെ നിരന്തര ആവശ്യമായ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചത്. ആഘോഷഭരിതമായ അന്തരീക്ഷത്തിലേക്കാണ് ഫണ്ട് ദൗർലഭ്യത്താൽ ഉദ്ഘാടനം മാറ്റിവെക്കുന്നതെന്ന വാർത്ത പുറത്തുവന്നത്. കാസർഗോഡിനൊപ്പം അനുവദിച്ച മറ്റ് 55 കേന്ദ്രങ്ങളിലും ഉദ്ഘാടനം നടന്നുവെങ്കിലും കാസർഗോഡിന്റെ പ്രതീക്ഷകൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അനാസ്ഥ കൊണ്ട് അവഗണിക്കപ്പെടുകയായിരുന്നു. കേന്ദ്രത്തിനാവശ്യമായ 50 ലക്ഷം രൂപയുടെ കാര്യത്തിലാണ് അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ വസിക്കുന്ന ജില്ലകളിലൊന്നായ കാസർഗോഡിന്റെ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിനായി MLAമാരുടെ ഫണ്ട് വിനിയോഗിക്കാൻ തയ്യാറാകണം എന്ന തരത്തിലുള്ള NA നെല്ലിക്കുന്ന് MLAയുടെ ഫേസ്ബുക്ക് വീഡിയോ ഇതിനകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സേവാ കേന്ദ്രത്തിനാവശ്യമായ സാധന സാമഗ്രികൾക്കാണ് ഈ തുക ചിലവഴിക്കേണ്ടത്. ഫണ്ട് സ്വരൂപിക്കുവാൻ പ്രവാസി സംഘടനകളും രംഗത്തെത്തിയിരുന്നു. അതേസമയം സേവാ കേന്ദ്രത്തിനാവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തയ്യാറാണെന്നും സാധന സാമഗ്രികൾ എത്തിച്ചേർന്നയുടൻ പ്രവർത്തനം ആരംഭിക്കാമെന്നുമാണ് പോസ്റ്റ് ഓഫീസ് അധികൃതർ പറയുന്നത്. കേന്ദ്രത്തിനാവശ്യമായ ജീവനക്കാർ വരെ തയ്യാറാണെന്നും പോസ്റ്റ് മാസ്റ്റർ ശങ്കര കുമ്പള KCN ന്യൂസിനോട് പറഞ്ഞു. പിന്നെ ഇപ്പോൾ പാസ്പോർട്ടിൻ്റെ ഇത് ഇവിടെ തുറക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് എടുത്ത് നമ്മൾ അതിൻ്റെ റൂമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവരെ ഈ പാസ്പോർട്ട് ഓപ്ഷൻ അവരെ മിഷനെ ഇല്ല ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളെ ഭാഗത്ത് ഒരു ഇതില്ല, കൃത്യമായിട്ട് കറക്റ്റായിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ MP ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ഇവിടെ സാങ്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഇത് ചെയ്ത പിന്നെ മിക്കവരെ വേറെ ബിൽഡിങ് ഇവിടെ ഈ കമ്പൗണ്ടിൽ ചെയ്യാൻ പറ്റും, അത്ര തന്നെ. എന്നാൽ ജില്ലയിൽ അനുവദിച്ച പാസ്പോർട്ട് കേന്ദ്രം കാസർഗോഡ് നഗരത്തിലെ പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിൽ തന്നെ തുടരുമെന്നും നഗരത്തിന് പുറത്തേക്ക് മാറ്റി സ്ഥാപിക്കുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പോസ്റ്റ് ഓഫീസ് അധികൃതർ KCN ന്യൂസിനോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCN. പ്രതിഷേധ സമരങ്ങൾക്കും വിവാദങ്ങൾക്കുമൊടുവിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായുള്ള മെഡിക്കൽ ക്യാമ്പ് ഏപ്രിൽ ആദ്യവാരം നടത്താൻ തീരുമാനം. കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സെൽ യോഗത്തിൽ സഹായധനത്തിന്റെ ആദ്യ ഗഡു ഉടൻ നൽകാൻ തീരുമാനമായി. സുപ്രീം കോടതി വിധി പ്രകാരമുള്ള സഹായധന വിതരണത്തിന്റെ അവ്യക്തത നീങ്ങിയില്ല. റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരന്റെ സാന്നിധ്യത്തിൽ എൻഡോസൾഫാൻ സെൽ യോഗം കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ഏപ്രിൽ മാസം 4 മുതൽ 9 വരെ ദുരിതബാധിതർക്കായുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുവാൻ യോഗത്തിൽ തീരുമാനമായി. വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ അവസാനിച്ചാൽ മാത്രമേ ക്യാമ്പിനാവശ്യമായ സ്ഥല സൗകര്യം ലഭ്യമാകുള്ളൂവെന്ന അടിസ്ഥാനത്തിലാണ് ക്യാമ്പ് നീട്ടിവെച്ചത്. 5 കേന്ദ്രങ്ങളിലായിരിക്കും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക. അതേസമയം എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സുപ്രീം കോടതി വിധി വന്നതിനു ശേഷമുള്ള ആദ്യ ഗഡു വിതരണവും ഉടൻ തന്നെ നടക്കുമെന്നും കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. ആ സുപ്രീം കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട് ജനുവരി 10-ാം തീയതിയാണ് സുപ്രീം കോടതിയുടെ വിധിയുണ്ടായത്. സ്വാഭാവികമായും ഏപ്രിൽ മാസം 10-ാം തീയതിക്ക് മുമ്പായി ആ കോടതി വിധി അനുസരിച്ചുള്ള നടപടിക്രമങ്ങളുമായി നമ്മൾ മുമ്പോട്ട് പോകേണ്ടതാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് അതിലൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. സാമ്പത്തിക സഹായത്തിൻ്റെ വിതരണം മാർച്ച് 30-ാം തീയതി തന്നെ, ഒരു 10 ദിവസമെങ്കിലും മുമ്പ് തന്നെ നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്.
പരീക്ഷ കഴിയുന്ന മുറയ്ക്ക് ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മുടെ ക്യാമ്പ് നടത്താനുള്ള തീരുമാനമെടുക്കുകയും ആ ക്യാമ്പിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ക്യാമ്പിൽ 5 കേന്ദ്രങ്ങളിലായി നടക്കുന്നത്. എന്നെ നെല്ലിക്കുന്ന് MLA, കളക്ടർ ജീവൻ ബാബു, AGC ബഷീർ, ആരോഗ്യ വിഭാഗം അധികൃതർ തുടങ്ങി നിരവധി പേർ യോഗത്തിൽ സംബന്ധിച്ചു. സെൽ യോഗം ചേർന്നതോടെ എൻഡോസൾഫാൻ ദുരിതബാധിതർ ഏറെ ആശ്വാസത്തിലാണ്. കൊടും വേദനയുടെ നടുവിലും മെഡിക്കൽ ക്യാമ്പിന്റെ കാര്യത്തിൽ തീരുമാനം കൈക്കൊണ്ടത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവർ. ന്യൂസ് ഡെസ്ക് KCN. അനിശ്ചിതത്വത്തിനും വിവാദങ്ങൾക്കുമൊടുവിൽ കാസർഗോഡ് മെക്കാടം റോഡ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. 9 കോടിയോളം രൂപ ചിലവിട്ടാണ് ജില്ലയിൽ മെക്കാടം പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലയ്ക്ക് മെക്കാടം പദ്ധതി നഷ്ടപ്പെടുത്തും വിധം അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയെക്കുറിച്ച് KCN റിപ്പോർട്ട് ചെയ്തിരുന്നു. പൊതുജനങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും ദുരിതത്തിനും ആശ്വാസമാകുന്ന വിധത്തിൽ മെക്കാടം ടാറിംഗ് പദ്ധതി നടപടികൾക്ക് തുടക്കമായി. അധികൃതരുടെ ദയ കാത്തുനിന്ന വിദ്യാനഗർ, നീർച്ചാൽ, മുണ്ടിയത്തടുക്ക, ചിറപ്പുറം, ചായോത്ത്, ബളാൽ, രാജപുരം റോഡുകളോടാണ് അധികൃതർ നീതി കാട്ടിയത്. അധികൃതരുടെ അനാസ്ഥ മൂലമുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം KCN റിപ്പോർട്ട് ചെയ്തിരുന്നു. സെപ്റ്റംബർ മാസം ടെൻഡർ നടപടികൾ ആരംഭിക്കുന്ന വേളയിൽ അറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ പ്രതിസന്ധി ഒഴിവാക്കാമായിരുന്നുവെന്നും മെക്കാടം ടാറിങ്ങിന് ജില്ലാ പഞ്ചായത്ത് സർക്കാരിന്റെ പ്രത്യേക അനുമതി വാങ്ങണമെന്നും ഇതിൽ പ്രകാരം നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും അന്ന് KCNന്റെ അഭിമുഖത്തിൽ AGC ബഷീർ വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അനുമതി തേടിയത്. എന്നാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റിക്ക് പദ്ധതി സമർപ്പിച്ചിരുന്നുവെങ്കിലും അനുമതി ലഭിക്കാൻ വൈകിയതിനെ തുടർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ നേരിട്ടിടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണുകയായിരുന്നു. ഇതിൻ പ്രകാരം 29-ന് ടെൻഡർ തുറക്കുമെന്നാണ് ഇപ്പോഴുള്ള അറിയിപ്പ്. അതിനിടെ കാസർഗോഡ് അസംബ്ലി നിയോജക മണ്ഡലത്തിലെ 5 റോഡുകളുടെ പുനർനിർമ്മാണത്തിന് 7,54,00,000 രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി എന്നെ നെല്ലിക്കുന്ന് MLA അറിയിച്ചു. നീർച്ചാൽ, കോട്ടക്കണ്ണി, മധൂർ, പട്ല, കൊല്ലങ്കാന, പെരുമ്പളക്കടവ്, നായന്മാർ മൂല, എരപ്പക്കട്ട, പന്നിക്കുന്ന്, ശിരിബാഗിലു, കാസർഗോഡ് മധൂർ എന്നീ റോഡുകൾ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനാണ് ഫണ്ട് ലഭിച്ചിട്ടുള്ളത്. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ജോലി തുടങ്ങാൻ നടപടികൾ സ്വീകരിക്കുമെന്നും MLA അറിയിച്ചു. ഏതായാലും ജനങ്ങളുടെ യാത്രാ പ്രതിസന്ധിക്കും റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് മുന്നിലും അധികൃതർ കണ്ണു തുറന്നതും മെക്കാടം പദ്ധതി പൂർത്തിയായാൽ നടുവൊടിയാതെ യാത്ര ചെയ്യാമെന്ന ആശ്വാസത്തോടെയും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പൊതുജനങ്ങൾ. ന്യൂസ് ഡെസ്ക് KCN. അനുദിനം വർദ്ധിച്ചുവരുന്ന അപകടങ്ങൾക്ക് തടയിടാൻ മാർഗനിർദ്ദേശങ്ങളുമായി പോലീസ് വകുപ്പ്. ബദിയടുക്ക പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ട്രാഫിക് സുരക്ഷാ ബോധവൽക്കരണ റാലിയും ക്ലാസും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളും മോട്ടോർ തൊഴിലാളികളുമടക്കം നിരവധി പേരാണ് റാലിയിൽ ഒത്തുചേർന്നത്. അനുദിനം വർദ്ധിച്ചുവരുന്ന റോഡപകടങ്ങൾ യാത്രക്കാരുടെ അമിത വേഗതയോടുള്ള ആവേശം മൂലമാണ് ഉണ്ടാകുന്നതെന്ന വാസ്തവം നമ്മെ ഓർമ്മിപ്പിക്കാനും ട്രാഫിക് സുരക്ഷ എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന ആശയത്തോടെയാണ് ട്രാഫിക് സുരക്ഷാ ബോധവൽക്കരണ റാലിയും ക്ലാസും സംഘടിപ്പിച്ചത്. ട്രാഫിക് സുരക്ഷാ വാരാഘോഷത്തിന്റെ ഭാഗമായി ബദിയടുക്ക പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന റാലിയിൽ വ്യാപാര വ്യവസായികൾ, മോട്ടോർ തൊഴിലാളികൾ, നവജീവന സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, റെഡ് ക്രോസ്, പോലീസ് ഫ്രണ്ട്സ്, ASI സുന്ദര, ASI വിനോദ്, പ്രദേശവാസികൾ തുടങ്ങി നിരവധി പേരാണ് പങ്കെടുത്തത്. ട്രാഫിക് സുരക്ഷാ റാലിയോടനുബന്ധിച്ച് നടന്ന ബോധവൽക്കരണ ക്ലാസ് വിദ്യാനഗർ SI ബാബു പെരിങ്ങോത്ത് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ SI ദാമോദരൻ അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് ട്രാഫിക് നിയമങ്ങളെ സംബന്ധിച്ചുള്ള പുസ്തക പ്രകാശനം ബദിയടുക്ക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോട്ടോർ തൊഴിലാളി ജീവനക്കാരൻ രാമന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ PK രാമകൃഷ്ണൻ ബോധവൽക്കരണ ക്ലാസ് കൈകാര്യം ചെയ്തു. പരിപാടിയിൽ നവജീവൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ ശങ്കർ സാറടുക്ക, ഹനീഫ, രഞ്ജിത്ത്, ശശിധരൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. മലയോരം കടുത്ത വരൾച്ചയിലേക്ക്. മലയോരത്തിന്റെ ജീവനാഡിയായ കാര്യംകോട് പുഴയും വറ്റിവരണ്ടു. കടുത്ത ചൂടിനൊപ്പം അമിത ജലചൂഷണവും പുഴ വേഗത്തിൽ വറ്റിവരളാൻ കാരണമായി. മലയോരത്തിന്റെ ജീവനാഡിയും വറ്റിവരണ്ടു കഴിഞ്ഞു. ഇതൊരു പുഴയായിരുന്നുവെന്ന് തിരിച്ചറിയാൻ നന്നേ പാടുപെടണം. റബ്ബറും കുരുമുളകും തെങ്ങും കവുങ്ങും കാപ്പിയും കൊക്കോയുമെല്ലാം കർഷകർ കൃഷി ചെയ്യുന്നത് മലയോരത്തിൻ്റെ ജലസ്രോതസ്സായ കാര്യംകോട് പുഴയെ ആശ്രയിച്ചാണ്. പുഴയിലെ ജലനിരപ്പ് താഴുന്നത് കൃഷിയിടങ്ങളെയെല്ലാം സാരമായി ബാധിക്കും. ഇപ്പോൾ അവിടവിടെയായി കെട്ടിനിൽക്കുന്ന വെള്ളം എപ്പോൾ വേണമെങ്കിലും ആവിയായി പോകാം. വർഷകാലത്ത് വെള്ളം കുത്തിയൊലിച്ചു പോകുന്ന കാര്യംകോട് പുഴ ഇത്തവണ വറ്റിവരേണ്ടത് നേരത്തെയാണ്. കൊടും ചൂട് മാത്രമാണ് പുഴ വരളാൻ കാരണമെന്ന് കരുതരുത്.
അമിത ജലചൂഷണവും കയ്യേറ്റവുമെല്ലാം ഇതിന് കാരണമാകുന്നുണ്ട്. ഒരു നിയന്ത്രണവുമില്ലാത്ത ജലചൂഷണം ഓരോ വർഷം കഴിയുന്തോറും വർദ്ധിച്ചു വരികയാണ്. അധികൃതർ ഇക്കാര്യത്തിൽ കാര്യമായ ഇടപെടൽ നടത്താറുമില്ല. ചെറുപുഴ പഞ്ചായത്തിലെ കാർഷിക മേഖലയുടെ ഊർജം കാര്യംകോടിൻ്റെ ജലസമൃദ്ധിയാണ്. വേനലിൽ കാര്യംകോട് പുഴ വറ്റിവരളുന്നത് പുതിയ സംഭവമല്ല. എന്നാൽ അതിന് എങ്ങനെ പരിഹാരം കാണാമെന്ന് ചിന്തിച്ച് പ്രായോഗികമായി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നത് പുതിയ കാര്യമായിരിക്കും. പക്ഷേ അത് ഉണ്ടാകുന്നില്ലെന്നതാണ് വസ്തുത. ഏഴിമല നാവൽ അക്കാദമിയിൽ ഉൾപ്പെടെ കുടിവെള്ളമെത്തിക്കുന്ന കാക്കടവ് പദ്ധതി കാര്യംകോട് പുഴയെ ആശ്രയിച്ചാണ്. വെള്ളം വറ്റിയതോടെ ഈ പദ്ധതി ഇപ്പോൾ നിലച്ചിരിക്കുന്നു. പുഴയോരത്തെ കിണറുകളിലെല്ലാം വെള്ളം താഴ്ന്നു കഴിഞ്ഞു. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ കടുത്ത കുടിവെള്ളക്ഷാമമാണ് ജനങ്ങൾ അനുഭവിക്കേണ്ടി വരിക. തുളുനാട് കബഡി അക്കാദമി ആതിഥ്യമരുളുന്ന അഖിലേന്ത്യാ എ ഗ്രേഡ് കബഡി ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. പൂവടക്കയിൽ നടക്കുന്ന ടൂർണമെന്റിൽ 12 ടീമുകൾ മാറ്റുരയ്ക്കും. ആസ്വാദകർക്ക് മത്സരം വീക്ഷിക്കാനുള്ള സൗകര്യമൊരുക്കുന്ന തിരക്കിലാണ് സംഘാടകർ. ഉത്തര മലബാറിൽ കായിക പ്രേമികളെ എക്കാലവും ആവേശഭരിതമാക്കിയ കായിക വിനോദമാണ് കബഡി. കളിക്കളത്തിൽ വീറും വാശിയും തെളിയിക്കുന്ന വമ്പന്മാർക്ക് വേദിയൊരുക്കുകയാണ് തുളുനാട് കബഡി അക്കാദമി. മെയ്ക്കരുത്തും കയ്യാങ്കളിയും നെഞ്ചിലേറ്റാനുള്ള ആരാധകരുടെ കാത്തിരിപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയാവുന്നത്. ഏപ്രിൽ 2 മുതൽ 6 വരെ മുള്ളേരിയ പൂവടക്കയിൽ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ എ ഗ്രേഡ് കബഡി ടൂർണമെന്റിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ 6000-ഓളം പേർക്ക് മത്സരം വീക്ഷിക്കാനുള്ള സൗകര്യമൊരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് സംഘാടക സമിതി ഭാരവാഹി സിജി മാത്യു KCN ന്യൂസിനോട് പറഞ്ഞു. ഏപ്രിൽ മാസം 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെ നമ്മുടെ ഈ കൊച്ചു ഗ്രാമം മുള്ളേരിയ ഇന്ത്യൻ കബഡിയുടെ തലസ്ഥാനമായി മാറും എന്നാണ് ഈ കബഡി ടൂർണമെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അതുമാത്രമല്ല, ഈ കബഡി ഹൃദയത്തിൽ നെഞ്ചേറ്റ് വാങ്ങിയിട്ടുള്ള ജനസമൂഹമാണ് കാസർഗോഡ്. ആ കാസർഗോട്ടെ കബഡി താരങ്ങളുടെ, കബഡി പ്രേമികളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ കബഡി എ ഗ്രേഡ് കബഡി ടൂർണമെൻറ്റ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. 6000 ആളുകൾക്ക് കളി കാണാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഗാലറിയാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി പി കരുണാകരൻ MP സംഘാടക ചെയർമാനായിട്ടുള്ള സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ ആർമി, എയർ ഇന്ത്യ, BSF, ഇന്ത്യൻ എയർഫോഴ്സ്, റെയിൽവേ തുടങ്ങി പ്രമുഖരായ 12 ടീമുകളാണ് ചാമ്പ്യൻ പട്ടത്തിനായി തുളുനാടിൻ്റെ മണ്ണിൽ പോരാട്ടത്തിനിറങ്ങുന്നത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാകുന്നതോടെ പൂവടുക്ക കബഡി ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച പോരാട്ടത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കുക. തുളുനാട് കബഡി അക്കാദമി ആതിഥ്യമരുളുന്ന അഖിലേന്ത്യാ എ ഗ്രേഡ് കബഡി ടൂർണമെൻറ്റിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി കായിക പ്രേമികളെ ആവേശഭരിതമാക്കുന്ന വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പാണ്. ക്യാമറമാൻ ഗണേശിനൊപ്പം പ്രിയേഷ് ഗോപാൽ, KCN ന്യൂസ്. സ്മാർട്ട് ക്ലാസുകളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുഞ്ചത്തൂർ SSITC വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സെമിനാർ സ്കൂൾ ഹെഡ് മാസ്റ്റർ അഗസ്റ്റിൻ ബെർണാഡ് ഉദ്ഘാടനം ചെയ്തു. SSITCയിലെ 24 വിദ്യാർത്ഥികൾക്കായി വിവിധ പരിപാടികളാണ് സംഘാടകർ ഒരുക്കിയത്. കേരള ഗവൺമെന്റ് സ്കൂളുകളിൽ നടക്കുന്ന സ്മാർട്ട് ക്ലാസുകളെക്കുറിച്ചുള്ള അവബോധം വിദ്യാർത്ഥികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് കുഞ്ചത്തൂരിലെ SSITC വിദ്യാർത്ഥികൾക്കായി സെമിനാർ സംഘടിപ്പിച്ചത്. കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സെമിനാർ സ്കൂൾ ഹെഡ് മാസ്റ്റർ അഗസ്റ്റിൻ ബെർണാഡ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് UH അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. 24 വിദ്യാർത്ഥികളാണ് കുഞ്ചത്തൂർ SSITCയിൽ ഉള്ളത്. ഇവർക്കായി സ്മാർട്ട് ക്ലാസ് സംഘടിപ്പിക്കാൻ 5 വിദ്യാലയങ്ങൾ നൽകും. ഇതിൽ 2 എണ്ണം വിദ്യാർത്ഥികൾ തന്നെ തിരഞ്ഞെടുക്കണം. വിദ്യാർത്ഥികൾക്കായി ആനിമേഷൻ, ഹാർഡ്വെയർ, മലയാളം, കന്നഡ, ടൈപ്പിംഗ്, ഇലക്ട്രോണിക് തുടങ്ങി നിരവധി പരിപാടികളാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. പരിപാടിയിൽ ഈശ്വരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ಎಲ್ಲವನ್ನು ನಮ್ಮಂತೆ ಇರುವಂತಹ ಸ್ಪೆಷಲಿಸ್ಟ್ ಅವುಗಳು ಸಂಗ್ರಹ ತಯಾರು ಮಾಡಿದ್ದಾರೆ. ಆದರೆ ನೆನಪಿಟ್ಟುಕೊಳ್ಳಿ ಮಕ್ಕಳೇ, ಎಲ್ಲವೂ ನಮ್ಮೊಳಗಿನಿಂದ ಬಂದದ್ದು. ಸೂಪರ್ ಕಂಪ್ಯೂಟರ್ ಎಂಬುದು ನಮ್ಮೊಳಗಿದೆ. ಈ ಸೂಪರ್ ಕಂಪ್ಯೂಟರ್ನಿಂದ ಇಷ್ಟೆಲ್ಲ ಸೃಷ್ಟಿಯಾಗ್ತಾ ಇದೆ. ಇದರಲ್ಲಿ ಕೇವಲ 106 ವೈರ್ನ ತುಂಡಿರ್ಬೋದು ಈ ಕಂಪ್ಯೂಟರ್ನೊಳಗೆ. പൂർവ്വ വിദ്യാർത്ഥി സംഘം പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഉദ്യാവാര, പ്രസന്ന, സുചേത, അമിത തുടങ്ങിയവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘം പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഉദ്യാവാര, പ്രസന്ന, സുചേത, അമിത തുടങ്ങിയവർ സംബന്ധിച്ചു. സർക്കാരിന്റെ ഹരിത കേരളം പദ്ധതിയുമായി കൈകോർത്ത് കാഞ്ഞങ്ങാട്ടെ സർക്കാർ ജീവനക്കാർ. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് പച്ചക്കറി കൃഷി ഇറക്കി മാതൃകയായത്. മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പച്ചക്കറി കൃഷി ഒരുക്കി മാതൃകാ പ്രവർത്തനം കാഴ്ചവെക്കുകയാണ് ഇവിടത്തെ ജീവനക്കാർ. കൊടും ചൂടനുഭവിക്കുന്ന ഈ വേനലിലും ഇത്തിരി പച്ചപ്പൊരുക്കാനാണ് ഇവരുടെ ശ്രമം. സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി അനിൽകുമാറിന്റെയും ജീവനക്കാരുടെയും കൂട്ടായ്മയിലാണ് കൃഷി ഇറക്കിയത്. വഴുതിന, മുളക്,
തക്കാളി എന്നീ പച്ചക്കറികളുടെ വിളവെടുപ്പ് നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ, തഹസിൽദാർ AK രാമചന്ദ്രൻ, കൃഷി ഓഫീസർ K നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കുഞ്ഞാലിക്കുട്ടിയെ UDFന് ആവശ്യമുണ്ടെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുഞ്ഞാലിക്കുട്ടിയെ UDFന് ആവശ്യമുണ്ടെന്ന് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടി പറഞ്ഞു. കാഞ്ഞങ്ങാട് മീറ്റ് ദി പ്രസിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ UDFന്റെ കെട്ടുറപ്പിന് കുഞ്ഞാലിക്കുട്ടി എന്ന നേതാവ് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. KPCC പ്രസിഡന്റ് സ്ഥാനം താൻ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നും തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായ തോൽവിയുടെ ഉത്തരവാദിത്വം മുഴുവൻ തനിക്കാണെന്നും പ്രതിപക്ഷ നേതൃസ്ഥാനം മാത്രമല്ല പാർട്ടിയുടെ സ്ഥാനമാനങ്ങളും അന്നു തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാർത്ത തന്നെ ശരിയല്ല. പിന്നെ UDFന് ഒരു ആഗ്രഹമുണ്ട്, കുഞ്ഞാലിക്കുട്ടി MP ആകണോ MLA ആകണോ എന്നൊക്കെ തീരുമാനിക്കുന്ന പിന്നെ മുസ്ലിം ലീഗാണ്. പക്ഷേ കുഞ്ഞാലിക്കുട്ടി UDFന് ആവശ്യമാണ്. അപ്പോൾ ഏത് ചുമതല അവർ ഏൽപ്പിച്ചാലും കേരളത്തിലെ UDFന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കണം എന്നുള്ള ആഗ്രഹം കേരളത്തിലെ UDFന്റെ പൊതുവായിട്ടുള്ളൊരു വികാരമാണ്. മറ്റ് മറിച്ചുള്ള വാർത്തകളൊന്നും ശരിയല്ല. KPCC പ്രസിഡന്റ് സ്ഥാനത്തെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ ആശങ്കയൊന്നുമില്ലെന്ന് ഉമ്മൻചാണ്ടി അഭിപ്രായപ്പെട്ടു. ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടതെന്നും 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തുകയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഓർമ്മകൾ പങ്കുവെച്ച് പഴയ ഗ്രന്ഥാലയം പ്രവർത്തകർ ഒത്തുകൂടി. പൊള്ളപ്പോയിൽ ബാലകൈരളി ഗ്രന്ഥാലയം വജ്രജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായായിരുന്നു ഒത്തുകൂടൽ. ഒരു നാടിൻ്റെ സാംസ്കാരികവും സാമൂഹ്യവുമായ മുന്നേറ്റത്തിന് വഴിതെളിച്ച ഗ്രന്ഥാലയം ഏറെ പ്രയാസങ്ങൾ സഹിച്ച് കെട്ടിപ്പടുത്തതിൻ്റെയും ഒപ്പം വിപുലപ്പെടുത്തിയതിൻ്റെയും ഓർമ്മകൾ പഴയകാല പ്രവർത്തകർ പങ്കുവച്ചപ്പോൾ പുതുതലമുറയ്ക്ക് ആവേശവിതറുന്ന അനുഭവമായി. പൊള്ളപ്പോയിൽ ബാലകൈരളി ഗ്രന്ഥാലയം വജ്രജൂബിലി ആഘോഷ പരിപാടികളുടെ തുടക്കം കുറിച്ച് മുൻകാല പ്രവർത്തകരുടെ സംഗമം, ഓർമ്മകൾ പങ്കുവെക്കലുമാണ് ഇതിന് വേദിയായത്. ചടങ്ങിൽ 70 വയസ്സ് തികഞ്ഞ മുൻകാല പ്രവർത്തകരെ ആദരിക്കുകയും ചെയ്തു. ഗ്രന്ഥാലയം പന്തലിൽ കൊടക്കാട് രാഘവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വജ്രജൂബിലി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ സപ്ലിമെന്റിന്റെ പ്രകാശനം കേരള സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം EP രാജഗോപാലൻ പ്രകാശനം ചെയ്തു. MV കുഞ്ഞിരാമൻ മാസ്റ്റർ ആദ്യപ്രതി ഏറ്റുവാങ്ങി. PV കൃഷ്ണൻ, P വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. ജയദേവൻ പെരിങ്ങത്ത് സ്വാഗതവും MV സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. കേന്ദ്ര സർക്കാർ തൊഴിലാളികളെ കൊള്ളയടിക്കുകയും പട്ടിണി കിടത്തുകയുമാണെന്ന് NLU സംസ്ഥാന പ്രസിഡന്റ് AP മുസ്തഫ. പാലക്കുന്നിൽ നടന്ന ഉദുമ മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NLU ഉദുമ മണ്ഡലം സമ്മേളനം പാലക്കുന്നിൽ വെച്ചായിരുന്നു നടന്നത്. NLU സംസ്ഥാന പ്രസിഡന്റ് AP മുസ്തഫ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്തംഭിപ്പിക്കുകയും ചെയ്യുക വഴി കേന്ദ്ര സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രചരണ സമിതി ചെയർമാൻ PA ഇബ്രാഹിം പള്ളിപ്പുഴ അധ്യക്ഷനായി. MA ലത്തീഫ്, മൊയ്തീൻ കുഞ്ഞി, അസീസ് കടപ്പുറം, അജിത് കുമാർ, സുബൈർ, ഹംസക്കോയ, ജലീൽ, ഇബ്രാഹിം വയനാട്, ഖാലിദ്, ഷിഹാബുദ്ദീൻ, അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, ഹനീഫ് കടപ്പുറം, അമീർ, റഷീദ്, അബ്ദുൾ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. മവൽ കുഞ്ഞബ്ദുള്ള സ്വാഗതവും കരീം പള്ളത്തിൽ നന്ദിയും പറഞ്ഞു. മലബാർ വാർത്താ സബ് എഡിറ്ററായിരുന്ന BC ബാബുവിന്റെ കുടുംബത്തിന് സഹായഹസ്തവുമായി അബുദാബി ഇന്ദിരാഗാന്ധി വീക്ഷണം ഫോറം ഭാരവാഹികളെത്തി. 5 ലക്ഷം രൂപ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൈമാറി. മലബാർ വാർത്താ സബ് എഡിറ്ററായിരുന്ന BC ബാബുവിന്റെ കുടുംബത്തിനായി അബുദാബി ഇന്ദിരാഗാന്ധി വീക്ഷണം ഫോറം ഭാരവാഹികളായിരുന്നു സഹായഹസ്തവുമായി എത്തിയത്. 5 ലക്ഷം രൂപ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കുടുംബസഹായ സമിതി ചെയർമാൻ H ഗോകുൽദാസ് കാമത്തിന് കൈമാറി. സഹപ്രവർത്തകന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ കൂടി മുന്നിട്ടിറങ്ങിയ കാഞ്ഞങ്ങാട്ടെ മാധ്യമപ്രവർത്തകരെ ഉമ്മൻചാണ്ടി അഭിനന്ദിച്ചു. ഗുരുവനത്ത് സർക്കാർ നൽകിയ ഭൂമിയിൽ വീട് നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും വിഷുവിനു മുൻപ് പണി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമെന്നും ഗോകുൽദാസ് കാമത്ത് പറഞ്ഞു. പ്രസ് ഫോറം പ്രസിഡന്റ് K ബാബു അധ്യക്ഷനായി. മുൻ DCC പ്രസിഡന്റും കുടുംബസഹായ സമിതി രക്ഷാധികാരിയുമായ അഡ്വക്കേറ്റ് CK ശ്രീധരൻ, DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, സഹായ സമിതി കൺവീനർ TK നാരായണൻ, മലബാർ വാർത്ത മാനേജിംഗ് എഡിറ്റർ ബഷീർ ആറങ്ങാടി, അബുദാബി ഇന്ദിരാഗാന്ധി വീക്ഷണം ഭാരവാഹികളായ MU ഇർഷാദ്, MA ലത്തീഫ്, RV മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു.
പ്രസ് ഫോറം സെക്രട്ടറി EV ജയകൃഷ്ണൻ സ്വാഗതവും വീക്ഷണം ഫോറം സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി NA ഹസൻ നന്ദിയും പറഞ്ഞു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. നീർത്തട വികസന പദ്ധതിയിൽ അനുവദിച്ച തുക സർക്കാരിലേക്ക് തിരിച്ചടച്ച് ഗുണഭോക്താക്കളെ വഞ്ചിച്ചു എന്നാണ് ആരോപണം. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നീർത്തട വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി JLG ഗ്രൂപ്പുകൾക്ക് വിവിധ പ്രവർത്തനങ്ങൾക്കായി തുക അനുവദിച്ചിരുന്നു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്താണ് തുക അനുവദിച്ചത്. ബ്ലോക്കിലെ പുതിയ ഭരണസമിതി ഈ തുക ഗുണഭോക്താക്കൾക്ക് നൽകാതെ സർക്കാരിലേക്ക് തിരിച്ചടച്ച് വഞ്ചിച്ചുവെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാർച്ച് യൂത്ത് കോൺഗ്രസ് പാർലമെന്ററി കമ്മിറ്റി പ്രസിഡന്റ് സാജിദ് മൗവൽ ഉദ്ഘാടനം ചെയ്തു. പ്രഖ്യാപിതമായ ലക്ഷ്യത്തോടുകൂടി ഗവൺമെന്റ് ആസൂത്രണം ചെയ്ത പരിപാടിയാണ് നീർത്തട പരിപാലന സംരക്ഷണ നിയമത്തോടൊപ്പം ഉണ്ടാക്കിയ പദ്ധതി. സ്വാഭാവികമായും കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി വളരെ വിജയകരമായി പരീക്ഷിച്ച് JLG ഗ്രൂപ്പുകളായി തിരിച്ച് അവർക്ക് ഫണ്ടുകൾ അനുവദിച്ച് അവർക്ക് സ്വയം തൊഴിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകി വളരെയധികം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയ പദ്ധതിയാണ് IWMP എന്ന് പറയുന്ന നെൽവയൽ നീർത്തട പരിപാലന രംഗത്ത് ഉപയോഗിക്കാൻ പറ്റിയ, അതിനെ സംരക്ഷിക്കാൻ പറ്റിയ ഈ പദ്ധതി. നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീജിത്ത് ചൂയ്യങ്കോട് അധ്യക്ഷനായി. ബാബു കോഹിനൂർ, C കൃഷ്ണൻ, CV ഗോപകുമാർ, UV അബ്ദുറഹ്മാൻ, CV ബാലകൃഷ്ണൻ, ചിത്രലേഖ, ലിസി വർക്കി, ഉമേശൻ വേളൂർ, ദിനേശൻ പെരിയ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫണ്ട് ലഭ്യമാക്കുന്നതിനെ ചൊല്ലി MPയും MLAയും രണ്ട് വഴിക്ക് തിരിഞ്ഞതോടെ പാസ്പോർട്ട് സേവാ കേന്ദ്രം അനിശ്ചിതത്വത്തിൽ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങിയെന്നും ഫണ്ടിന്റെ കാര്യത്തിലുള്ള അവ്യക്തതയാണ് തടസ്സമെന്നും പോസ്റ്റ് ഓഫീസ് അധികൃതർ KCN ന്യൂസിനോട്. പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കുമൊടുവിൽ എൻഡോസൾഫാൻ മെഡിക്കൽ ക്യാമ്പ് ഏപ്രിൽ ആദ്യവാരം നടത്താൻ തീരുമാനം. എൻഡോസൾഫാൻ സെൽ യോഗത്തിൽ ഇരകൾക്ക് സഹായധനത്തിന്റെ ആദ്യ ഗഡു ഉടൻ നൽകാൻ തീരുമാനമായി. മുടങ്ങിക്കിടന്ന ജില്ലാ പഞ്ചായത്ത് മെക്കാടം റോഡ് പദ്ധതി യാഥാർത്ഥ്യമാവുന്നു. 9 കോടിയോളം ചിലവിൽ റോഡ് നവീകരണം യാഥാർത്ഥ്യമാകുന്നത് മെക്കാടം പദ്ധതിയിലെ അനാസ്ഥയെക്കുറിച്ച് KCN പുറത്തുവിട്ട വാർത്തയെ തുടർന്ന്. വാഹനാപകടങ്ങൾക്ക് തടയിടാൻ മാർഗനിർദ്ദേശങ്ങളുമായി പോലീസ് വകുപ്പ്. ബദിയടുക്കയിൽ നടന്ന ട്രാഫിക് സുരക്ഷാ ബോധവൽക്കരണ റാലിയിൽ വിദ്യാർത്ഥികളും തൊഴിലാളികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. മലയോരം കടുത്ത വരൾച്ചയിലേക്ക്. വേനൽ ചൂടിൽ വറ്റിവരണ്ട് കാര്യങ്കോട് പുഴ. കുടിവെള്ളം മുട്ടുമെന്ന ആശങ്കയിൽ പ്രദേശവാസികൾ. തുളുനാട് കബഡി അക്കാദമി ആതിഥ്യമരുളുന്ന അഖിലേന്ത്യാ കബഡി ടൂർണമെന്റിന് ഏപ്രിൽ 2-ന് തുടക്കമാവും. 6000-ഓളം കബഡി ആസ്വാദകർക്ക് മത്സരം വീക്ഷിക്കാനുള്ള സൗകര്യമൊരുക്കുന്ന തിരക്കിൽ സംഘാടകർ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.